ഹലോ, അപ്പോൾ റസ്മിനാണ്. അപ്പോൾ ഇന്നലെ കുറച്ച് DM ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അർജുൻ്റെയും ശ്രീധുവിൻ്റെയൊക്കെ കാര്യത്തിൽ കുറേ പേർക്ക് ക്ലാരിഫിക്കേഷൻ, കുറേ പേര് അവരുടെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അയ്യോ ലോക്കായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ഒക്കെ തരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിപ്പോൾ വന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇന്നലെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതലും കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കുറച്ച് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, അതിനുള്ള റിപ്ലൈ ആണ് ഇപ്പോൾ തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാണ്. അപ്പോൾ അവിന അദിതി വൈബ്സ്, നോ ക്വസ്റ്റ്യൻസ് റസ്മിൻ, അർജുൻ ആൻഡ് ശ്രീധു ആർ ഗുഡ് ഹ്യൂമൻ ബീങ്സ്, വി ഓൾ സപ്പോർട്ട് ദം പ്ലീസ്. താങ്ക് യു അവിന. എന്താ ഫെമിയ ഇർഫാൻ, അവർ ലവേഴ്സ് ആണോ? അർജുൻ ശ്രീധു പൊളിയാണ്. ഗൈസ്, അവർ ലവേഴ്സ് അല്ല, അവർ നല്ല ഫ്രണ്ട്സാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര ആയിട്ട് കംഫർട്ടായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അർജുനും ശ്രീധു. അവർ ഭയങ്കരമായിട്ട് തല്ലുപിടിക്കും, നല്ല രസമാണ് അവരുടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ. അപ്പോൾ അവർ, എൻ്റെ അറിവിൽ അവർ ഇതുവരെ ലവേഴ്സ് അല്ല, അവർ നല്ല ഫ്രണ്ട്സാണ്. ഓക്കെ, ആഫ്റ്റർ ബി മമ്മി മമ്മി ശ്രീധുവിനെ നിങ്ങൾ കൂടി വിടുമോ എന്ന് തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ്, മമ്മീനെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ഞങ്ങൾ 3 പേരും അന്നത്തെ ട്രിപ്പ് പ്ലാനിങ് എന്തായാലും നടത്തിയിരിക്കും. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുനോട് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം യൂട്യൂബ് ചാനൽ തുടങ്ങണം, അതിൽ നിങ്ങൾ പോകുന്ന ട്രിപ്സും അർജുൻ്റെ സോളോ ട്രിപ്സിൻ്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇടണമെന്ന്. തീർച്ചയായിട്ടും അർജുൻ അത് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്തതെന്ന് മോട്ടോഹോളിക് ബോയ്, അർജുൻ ശ്രീധു ഫ്രണ്ട്ഷിപ്പ്, അവർ പുറത്തിറങ്ങിയാൽ അവർക്ക് ഇതുപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റും? അത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹൗസിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ പുറം ലോകമായിട്ടൊരു ബന്ധമില്ല, ഫുൾ ടൈം ഹൗസിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു അറ്റാച്ച്മെൻറ്റ്, ഈ ഒരു ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ബിസി ആയിരിക്കും, ബിസി ലൈഫായിരിക്കും. ഇപ്പോൾ ശ്രീധു ആണെങ്കിലും മൂവി സീരിയൽ അതൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആളാണ്, അർജുൻ ആണെങ്കിലും മോഡലിംഗ് അതുപോലെ തന്നെ മൂവീസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ ബിസി ആയിരിക്കും. പക്ഷേ ഇടയ്ക്കുള്ള സമയങ്ങളിൽ ഞങ്ങൾ മാക്സിമം ഒത്ത് കൂടാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ ഹൗസിലുള്ളത് പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. ഓക്കെ, ഹൗ ഡു യു തിങ്ക് ദിസ് കോംബോ ബിറ്റ്വീൻ AM ആൻഡ് അർജുൻ ഫാനോ? ബട്ട് ഐ ആം എ അർജുൻ ഫാൻ. ഓക്കെ, കോംബോക്ക് പല അതായത് കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് കോംബോ എന്ന് മാത്രമല്ലല്ലോ, അതായത് ലവേഴ്സിന് വേണ്ടി മാത്രമല്ല കോംബോ എന്നുള്ള വാക്ക്. ആ കോംബോ എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളിലും കോംബോ വരുന്നുണ്ട്. ഇപ്പോൾ കോംബോ ഓഫേഴ്സ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ, അപ്പം ഫ്രണ്ട്ഷിപ്പിലും കോംബോ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സായി, സിജോ, നന്ദന, ബ്രദേഴ്സ് കോംബോ, ആ സംഭവങ്ങൾ. അപ്പോൾ കോംബോ കേൾക്കുമ്പോൾ എനിക്ക് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്ന് കേൾക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ആർ ദേ കപ്പിൾസ്? ഇതുവരെ ഇല്ല ഗൈസ്, ഇനി ആകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിലവിൽ അവർ ഫ്രണ്ട്സ് സോണിൽ തന്നെയാണ്, അവർ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ്. സാപ്പിയൻ 529, രണ്ടാളും കൂടെ ഉള്ള ഡ്രാമ ആണെന്നൊക്കെ പറയുന്നു, എന്നാൽ അർജുൻ മാത്രം ഹേർട്ട് ആവുന്നത് വൈ? ഡ്രാമ അല്ല, നിങ്ങൾക്കതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ, ഞങ്ങൾക്കത് അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ എന്താ പറയുക, ഉണ്ടാവുന്ന ഇമോഷൻസും കാര്യങ്ങളൊന്നും പുറത്തുള്ളവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിനെ ഇപ്പോൾ ഈ ഡ്രാമ എന്നൊക്കെ വിളിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ഇറ്റ്സ് നോട്ട് എ ഡ്രാമ. അർജുൻ ഹേർട്ടാവുന്നത്, അർജുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ അങ്ങനെ അധികം ഫ്രണ്ട്സ് അധികം ഇല്ലാത്തൊരു വ്യക്തിയാണ് അർജുൻ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ് അർജുന് പുറത്തുള്ളത്. അങ്ങനെ അർജുനകത്ത് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവനധികം അങ്ങനെ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വൈബ് അവൻ ഫസ്റ്റ് ടൈമാണ് അവൻ്റെ ലൈഫിൽ അവൻ അനുഭവിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അവന് ഹേർട്ടാവും. പക്ഷെ അവനൊന്നും മനസ്സിൽ വയ്ക്കുന്ന കൂട്ടത്തിലല്ല, എന്തുണ്ടെങ്കിലും അപ്പോൾ തന്നെ തുറന്ന് പറഞ്ഞ് എല്ലാം സെറ്റാവുന്ന ഒരു കൂട്ടത്തിലാണ്. പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പാണോ അല്ലയോ എന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? അത് അവർക്കല്ലേ അറിയൂ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം. എൻ്റെ അടുത്ത്, ഞാൻ അവരുടെ കൂടെയുള്ള ഒരാളായിരുന്നു. എനിക്കറിയാവുന്ന എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാനിപ്പോൾ ഇതിനൊക്കെ റിപ്ലൈ ചെയ്യുന്നത്. അവർ തീർച്ചയായിട്ടും നല്ല ഫ്രണ്ട്സ് തന്നെയാണ്. പുറത്തിറങ്ങിയാലും അവർ നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെ പോകും. യെസ്, ഇപ്പോൾ അവർ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് തോന്നുന്നില്ല. ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്. ലൈവ് കണ്ടാൽ അറിയാം, ബട്ട് ഇറ്റ്സ് മോസ്റ്റ് പോസിറ്റീവ്. ഇപ്പം ഞാൻ കുറേ റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പം ഞാൻ അവിടെ ഉള്ള സമയത്തുള്ള റീലും ഇപ്പോൾ നിലവിലുള്ള റീലൊക്കെ കാണുമ്പോഴും എനിക്ക് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. കാരണം അവരങ്ങനെയാണ്, അവർ ചിരിയും കളിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്
റീൽസ് ഉണ്ടാക്കുന്ന ആൾക്കാർ കൂടുതൽ എഫക്റ്റ് ഒക്കെ കൊടുത്ത് സ്ലോമോയിലൊക്കെ കൊടുത്ത് പോകുമ്പോൾ നമ്മൾ തന്നെ കൊള്ളാലോ. പക്ഷേ ഈവൻ ഞാൻ പോലും അവരുടെ റീൽസ് കണ്ടിട്ട് ഹായ് എന്ത് രസമായി, ഇവർ രണ്ടുപേരെ പോകുമ്പോൾ എന്ത് രസമാണ് എന്നുവരെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് റീൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും എടുക്കാണ് ഗൈസ്. വെൽ ഡൺ. അടുത്തത് സോൾഫുൾ ക്രാഫ്റ്റ് സോൺ. ഓക്കെ, ജിമ്മി കുട്ടൻ ഈസ് നോട്ട് ഗെറ്റിംഗ് മച്ച് സ്ക്രീൻ പ്ലീസ് ആഫ്റ്റർ യുവർ എവിക്ഷൻ. ഡു യു മിസ് ഹിം ലവ് ദ ട്രൈ? അയ്യോ ജിമ്മിക്കുട്ടൻ എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് എന്നെ ഏറ്റവും കൂടുതൽ കേട്ടിരുന്നേക്കുന്നത് ജിമ്മിക്കുട്ടനാണ്. അപ്പോൾ ഇറങ്ങാൻ നേരത്തും എനിക്ക് ജിമ്മിക്കുട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. ഐ മിസ് ജിമ്മിക്കുട്ടൻ. സോൾഫുൾ ക്രാഫ്റ്റ് സോൺ, താങ്ക് യു ജിമ്മിക്കുട്ടനെ ഓർമ്മിപ്പിച്ചതിന്. എവിടെ അർജുൻ ശ്രീതു റസ്മിൻ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ആയിരുന്നു. ഷോ കഴിഞ്ഞ് നിങ്ങളുടെ ട്രിപ്പ് കാണാൻ വെയിറ്റിംഗ് ആണ് ഗൈസ്. ഷോ കഴിഞ്ഞ ഉടനെ ഒന്നുമില്ല, ഷോ കഴിഞ്ഞ് എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങൾ ട്രിപ്പ് പോകുന്നതായിരിക്കും. അതിൽ ശ്രീതു ഉണ്ടാവും, അർജുനും ഉണ്ടാവും, ഞാനും ഉണ്ടാവും. അത് ചോദിച്ചത് കൃഷ്ണപ്രിയാണ്. സൂഫീദ, ശ്രീതുവും അർജുൻ കപ്പിൾസ് ആണോ? ബട്ട് അവർ രണ്ടുപേരും നല്ല ക്യൂട്ടാണ്. അവർ കപ്പിൾസ് അല്ല, അവർ ഫ്രണ്ട്സാണ്, അവർ ക്യൂട്ടാണ്. ഇഷ്ടമല്ല. അർജുന് കുറച്ച് അവനെ ഇഷ്ടമുള്ള ടൈപ്പ് ഡ്രസ്സ് കൊടുത്തു വിടാൻ വീട്ടുകാരോട് പറയാമോ? എന്താ തീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാട്ടോ ചോദിച്ചേക്കുന്നത്. ആക്ച്വലി വീട്ടുകാർ ഡ്രസ്സൊക്കെ കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് അവിടെ എത്താൻ ലേറ്റ് ആവുന്നതും പിന്നെ അവിടെ സോർട്ട് ചെയ്തിട്ട് വീക്ക്ലി ഡ്രസ്സ് കൊടുക്കുന്നതിന് ഡിലേ വരുന്നത് കൊണ്ടാണ് അർജുന അധികം ഡ്രസ്സ് കിട്ടാതെ. പക്ഷെ അർജുന അത്യാവശ്യം ഡ്രസ്സൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. ഞാൻ ഇന്നലെ അശ്വിനി ചേച്ചിനോട് സംസാരിച്ചതേ ഉള്ളൂ. അടുത്തത് അർജുൻ ശ്രീതു ഹാഷ് ബെറി. നിങ്ങളെന്ത് ഇങ്ങനെയൊക്കെ പേരിടുന്നത് ഗൈസ്? അർജുൻ ശ്രീതു സ്പേസിലേക്ക് ജാസ്മിൻ എപ്പോഴും വരുന്നത് അർജുന് അത്ര കംഫർട്ട് അല്ലെന്ന് തോന്നുന്നു. അങ്ങനെ നടക്കുന്നുണ്ടോ? ജാസ്മിൻ ചുമ്മാ കളിക്കാനും ചുമ്മാ അവരെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഫണ്ണാണ്. ജാസ്മിൻ്റെ കാര്യമൊക്കെ ഫണ്ണാണ്. ഒരിക്കലും അർജുൻ്റെ ശ്രീധുവിൻ്റെ സ്പേസിലേക്ക് ജാസ്മിൻ ഇടിച്ചൊന്നും കയറാറില്ല. ജാസ്മിൻ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്, അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജാസ്മിൻ ഇടപെടാറുണ്ട്. അല്ലാതെ സ്പേസ് അറ്റൻഷൻ സീക്കിംഗ് അല്ല ജാസ്മിൻ. ഹൗ ഇസ് ദെയർ കോംബോ ആസ് എ ഫ്രണ്ട്സ്? അല്ല, എന്താണെങ്കിലും അവരുടെ കോംബോ ഭയങ്കര രസമാണ് ഗൈസ്. കണ്ടിരിക്കാൻ ഭയങ്കര ക്യൂട്ടല്ലേ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ക്യാൻ യു ഡു എ റിയാക്ഷൻ വീഡിയോ ഓഫ് ദെയർ റീൽസ്? അവരുടെ റീൽസിനെ റിയാക്ഷൻ വീഡിയോ ചെയ്യണം, നമുക്ക് ട്രൈ ചെയ്യാം. ദേ സൺഷൈൻ ഗേൾ. ശ്രീജുൻ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? അവർ ലവിലാണോ അതോ ബെസ്റ്റ് ആണോ? അവർ ബെസ്റ്റ് ഫ്രണ്ട്സ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ശ്രീതു അർജുൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പം നിങ്ങൾ ശ്രീജുൻ പറഞ്ഞു ഞാനും ഇപ്പോൾ ആസ്മി ക്വസ്റ്റനിൽ ശ്രീജുൻ തന്നെ ഇട്ടിരുന്നത്. മീൻസ് എനിക്കും അങ്ങനെ വിളിക്കാനായിട്ട് തോന്നുന്നുണ്ട്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇതിൽ കേട്ടോ. എനിക്ക് എനിക്ക് ശ്രീജുൻ ഇവരെ ഇഷ്ടമാണ്. റസ്മിൻ ബായിക്ക് ഇഷ്ടമാണോ? ശരി, അതുകൊണ്ടല്ലേ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഐ ഡോണ്ട് തിങ്ക് ശ്രീജുൻ ഹാവ് സംതിങ് അതർ ദാൻ ഗെയിംസ്. ദാറ്റ്സ് ജാസ് ഷീസ് ഇറിറ്റേറ്റിംഗ്. നോ ബ്രോ. കലിപ്പൻ മുൻ അങ്ങനെയല്ല കേട്ടോ. എവിടെ വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ആഫ്റ്റർ സീയിങ് ശ്രീജുൻസ് കോംബോ? മിഥുൻ ചോദിച്ചൊരു ചോദ്യമാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഈ റീൽസൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ പോലെ എന്ത് രസമായി, ഇവരെന്ത് രസമായിരിക്കണേ കാണാൻ. അല്ലെങ്കിൽ അവർ ചിരി, ചില വീഡിയോസിലൊക്കെ അർജുൻ്റെ കണ്ണ്, അർജുൻ ശ്രീധുവിനെ നോക്കുന്നതും ശ്രീധു അർജുനെ നോക്കുന്നതും, അവരുടെ സ്മൈല്, പിന്നെ അർജുൻ്റെ കുറേ ആക്ഷൻസ്, മുടിയൊക്കെ വെച്ചിട്ടുള്ള ആക്ഷൻസ്, ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ആ റീൽസൊക്കെ ഉണ്ടാക്കുന്നവരോട് ഒരു ബഹുമാനമൊക്കെ തോന്നും. കാരണം നമ്മൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചില വീഡിയോസിൽ തന്നെ ഉണ്ട്, അതുകൊണ്ടിട്ട് നമ്മളെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ അർജുനും ശ്രീധു ഇതൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം അവരെ ഇത്ര നല്ല രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ ചെയ്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കും ആക്ച്വലി അവരെ വീഡിയോ കാണുമ്പോൾ, ഞാനിപ്പോൾ റീൽസ് എടുത്ത് കഴിഞ്ഞാൽ ഫുള്ള് അർജുൻ ശ്രീധുവിൻ്റെ വീഡിയോസാണ് കാണുന്നത്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ ഒന്നിക്കുമോ റസ്മിൻ താത്ത? അവർ ഫ്രണ്ട്സായിട്ട് ഇരിക്കട്ടെ ഗൈസ്. ഫ്രണ്ട്ഷിപ്പ് അല്ലേ എപ്പോഴും നല്ലത്. അതൊരു ലവ് ട്രാക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ആസ് എ ഫ്രണ്ട്സ് അവർ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്കും ലൈഫ് ലോങ് ഫ്രണ്ട്സായിട്ട് ഇരിക്കാനായിരിക്കും താല്പര്യം. അർജുൻ പൊളിയാണ്. പിന്നെ ചേട്ടൻ ആക്റ്റീവ് അല്ല, ഇപ്പോൾ ചെറുതായിട്ട് ആക്റ്റീവ് ആവും. അർജുൻ ആക്റ്റീവാണ് കേട്ടോ. അർജുൻ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ്. വാട്ട് യു തിങ്ക് ഷിബു രേഷ്മ, വാട്ട് യു തിങ്ക് ഡിഡ് ദേ കണ്ടിന്യൂ ദിയർ ഫ്രണ്ട്ഷിപ്പ് ഓർ ലവ്? ഫ്രണ്ട്ഷിപ്പ് ഓഫ് കോഴ്സ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്.
ഓക്കെ, സുമി വിഷ്. സുമി ഐ ഡി. നിങ്ങളാണോ യഥാർത്ഥ മൂവർ സംഘം? ശ്രീജുൻ റസ്. അയ്യോ, അതെനിക്ക് ഇഷ്ടമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കേൾക്കുന്നത്. അതെ ഗൈസ്, ഞങ്ങളാണ് എന്തായിരുന്നു മൂവർ സംഘം. അവർ കമ്മിറ്റഡ് ആണോ അല്ലെങ്കിൽ ആവാൻ ചാൻസ് ഉണ്ടോ? ഗൈസ്, ഫ്രണ്ട്സ്, ഒരു അടിപൊളി ഫ്രണ്ട്സാണെന്ന്. അതെ, അവർ അടിപൊളി ഫ്രണ്ട്സാണ്. പിന്നെ എനിക്ക് അതല്ല, നിങ്ങൾ പൊളിയാട്ടോ, പിന്നെ നിങ്ങളൊരു അടിപൊളി ഫ്രണ്ടുമാണ്. റിപ്ലൈ തരണം കേട്ടോ. ഹായ് ഫാറൂട്ടി. അടുത്താരാ? അവർ തമ്മിൽ ലവാണ്. അവർ തമ്മിൽ ലവല്ല ഗൈസ്. അർജുൻ ശ്രീതു സ്പേസിലേക്ക് ജാസ്മിൻ എപ്പോഴും വരുന്നത് അർജുൻ അത്ര കംഫർട്ട് അല്ലെന്ന് തോന്നുന്നു. ഇതിനുത്തര ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ റിപ്ലൈ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് നല്ലപോലെ ലൈവ് കണ്ട ഈ കോംബോ ഇല്ല എന്നാ തോന്നുന്നത്. സോറി, എനിക്ക് മനസ്സിലായില്ല. എന്തായിരുന്നു? ഞാൻ നിങ്ങളുടെ ബിഗ് ബോസ് കാണാറുണ്ട്. താങ്ക് യു. ഒരു പോസ്റ്റ് കൊളാബ് അടിച്ചോട്ടെ ഗൈസ്? കമോൺ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയുമ്പോൾ അർജുൻ ഒരു സ്പിരിച്വൽ സോളോ ട്രിപ്പ് അല്ലേ ശരിക്കും പോകേണ്ടത്? ആക്ച്വലി അവന് സോളോ ട്രിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അവന് സോളോ ട്രിപ്പ് പോകാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അധികം ആൾക്കാർ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള പ്ലേസ് ഒന്നും അർജുന് വലിയ താല്പര്യമില്ല. അപ്പോൾ അർജുൻ എന്തായാലും സോളോ ട്രിപ്പ് പോകും ഫോർ ഷുവർ. അപ്പോൾ അർജുനോട് സോളോ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിടാൻ വേണ്ടിയിട്ട് എന്തായാലും പറയാം. നിങ്ങളും റിക്വസ്റ്റ് ചെയ്യണം. അവൻ എന്തായാലും ചെയ്യും. എന്തായാലും ഒരു വ്ളോഗൊക്കെ ചെയ്ത് അവനെ ഒന്ന് ഉഷാറാവട്ടെ. പക്ഷേ സോളോ ട്രിപ്പ് മാത്രമായിരിക്കില്ല, ഞങ്ങളും എടുക്കുക ആ ട്രിപ്പിൽ പങ്കുചേരുന്നതായിരിക്കും. ഓക്കെ. അർജുൻ ഗെയിം കളിക്കുന്നില്ല, പക്ഷേ അവൻ എന്താ ഫാൻസ്? ആരാ പറഞ്ഞ അർജുൻ ഗെയിം കളിക്കുന്നില്ല? ആ പറഞ്ഞവരിങ്ങനെ വിളിച്ചിട്ട് അർജുൻ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ഗൈസ്. പിന്നെന്താണ്, അവരുടെ കല്യാണമൊക്കെ നടക്കുന്നു. അടി. അവർ നല്ല കോംബോ ആയതിന് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അവർ നല്ലൊരു കോംബോ ആയിനു ഇപ്പോൾ നിലവിലുള്ളത്. സോ BB ഹൗസിൽ അവർ മനഃപൂർവ്വം കോംബോ ക്രിയേഷൻ ആണോ? നോ, ഐ ഡിസഗ്രി വിത്ത് യുവർ പോയിന്റ്. അവർ കോംബോ ആവണം എന്ന് വിചാരിച്ചിട്ട് കോംബോ ആയെന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ 100 ദിവസമൊക്കെ നിന്ന് പോകുമ്പോൾ നമ്മൾ ഒരു മാസത്തേക്കൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആരെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ കംഫർട്ട് സോണായിട്ട് വരും. അങ്ങനെ അർജുനും ശ്രീതു കംഫർട്ടായി, ശ്രീതുക്ക് അർജുൻ കംഫർട്ടായി, ഞാനും പിന്നെ എനിക്കും അതുപോലെ കുറേ പേര് കംഫർട്ട് സോൺ ഉണ്ട്. അത് അത്രേ ഉള്ളൂ ഗൈസ്. അല്ലാതെ അതിന് വേറെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ കാണിക്കാൻ വേണ്ടിയിട്ടോ ചെയ്യുന്ന രണ്ട് വ്യക്തികളല്ല അർജുനും ശ്രീതും. അർജുൻ ഒരുപാട് ഉള്ളിലേക്ക് എടുത്തത് ശരിയായ തീരുമാനമാണെന്ന് തോന്നുന്നുണ്ടോ? അർജുൻ ഒരുപാട് എന്താ ഉള്ളിലേക്ക് എടുത്തേ? അവൻ, ഞാൻ പറഞ്ഞില്ല, അവൻ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഭയങ്കര ജെന്യൂനാണ്. അപ്പോൾ അവൻ എല്ലാവരും ഇല്ല, അവന് ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ അവൻ നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവൻ ഉള്ളിലേക്ക് എടുക്കും. അത് അത്ര വലിയ തെറ്റല്ല. ഇപ്പോൾ മുബഷിറ, റസ്മിൻ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ് അർജുനും ശ്രീധുനും. ട്രൂ ഫ്രണ്ട്ഷിപ്പ് പുറത്ത് നിന്നും. താങ്ക് യു. ഐ ആം പ്രണവ് ശർമ്മ. പറയൂ ബ്രോ, ടെൽ മീ ട്രൂത്ത് ബ്രോ. വി സോ ഹെർ ഐസ്, ഇറ്റ്സ് വെരി എവിഡൻറ്റ് ദേ ആർ ഇൻ ലവ്. ഷീ ഈസ് ലവിങ് ഹിം മോർ. ഡോണ്ട് ലൈ. ഞാൻ കള്ളം പറയല്ല, എനിക്കറിയാവുന്നിടത്തോളം അവരുടെ ഫ്രണ്ട്സാണ്. പിന്നെ ശ്രീധുവിന് ഇത്തിരി ക്യൂട്ട്നെസ് ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ തോന്നുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലോമോയിൽ വീഡിയോ ഇടുന്ന സമയത്ത് കണ്ടുപോകുന്നതും ചിരിയൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നും. ഓൾറെഡി ഇവരെ കാണാനും ഇവർ ചിരിക്കുന്നത് ഇവരുടെ ഇൻട്രാക്ഷൻസ് ഒക്കെ കാണാൻ ഭയങ്കര രസമല്ലേ. അപ്പോൾ അതുകൊണ്ട് സ്ലോമോയിൽ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. ഇനി സൺഷൈൻ, ഇൻ ടുഡേസ് ലൈവ് ശ്രീധു കിസ്സസ് യുവർ ഷർട്ട്. എൻ്റെ ഷർട്ട്. I understand how she loves you. Make sure you will be friends. തീർച്ചയായും എന്തായാലും ശ്രീധു ചെന്നൈയിലാണ്. ആക്ച്വലി ശ്രീധുവിൻ്റെ വീടൊക്കെ ചെന്നൈയാണ്. വല്ലപ്പോഴൊക്കെ ശ്രീധു എറണാകുളത്ത് വരുള്ളൂ. അപ്പോൾ മാക്സിമം ഞങ്ങളുടെ ഈ 3 ട്രയോ ഞങ്ങൾ എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം. അർജുനും അങ്ങനെ തന്നെയാണ്, ശ്രീധുവിനും അങ്ങനെ തന്നെയാണ്. ശ്രീധു എപ്പോഴും പറയും, അതായത് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് നോക്കണ്ട, പുറത്തിറങ്ങി നമ്മളിപ്പോൾ അതുപോലെ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ശ്രീധു എപ്പോഴും പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് വിട്ട് കളയാൻ ഞാൻ ഒരിക്കലും ഇതാക്കില്ല. മാക്സിമം അതിനെ കൂട്ടിച്ചേർക്കാനേ നോക്കുള്ളൂ. മിനി റസാഖ്, നിങ്ങൾ 3 ആളും എന്നും നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം. തീർച്ചയായും. പുറത്തിറങ്ങിയാൽ ശ്രീധു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമോ? അമ്മ വളരെ സ്ട്രിക്റ്റ് ആൻഡ് ടിപ്പിക്കലായി തോന്നി. ശ്രീധുവിൻ്റെ അമ്മ, ശ്രീധുവും അമ്മയും തമ്മിൽ ഭയങ്കര ബോണ്ടായി, ഒരു ഭയങ്കര ഫ്രണ്ട്സാണ് ശ്രീധു അമ്മയും. അപ്പോൾ ശ്രീധുവിൻ്റെ അമ്മയ്ക്ക്
അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് എനിക്ക് തോന്നില്ല. നിങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ച് മാത്രമേ ശ്രീധുവിൻ്റെ അമ്മയുടെ പുറത്ത് വന്നിട്ടുള്ളൂ. പക്ഷേ ശ്രീധുവിൻ്റെ അമ്മേൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര ചെറിയ കുട്ടികളെ പോലെയാണ് ശ്രീധുവിൻ്റെ അമ്മ. അപ്പോൾ അമ്മ അങ്ങനെ അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല. പിന്നെ മകളോടുള്ള കൺസേൺ എല്ലാ അമ്മമാർക്കും ഉണ്ടാവും. ഇപ്പം ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ റീൽസ് ഇങ്ങനെ ശ്രീധുവിൻ്റെ അർജുൻ്റെ റീൽസ് ഇങ്ങനെ പോവാം. ഇപ്പം നിങ്ങളൊക്കെ ചോദിക്കുന്ന അവർ തമ്മിൽ ലവ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ ഫാമിലി മെമ്പേഴ്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യനിങ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക നേരത്തെ കിടന്ന് ഉറങ്ങണം എന്നൊക്കെ. പക്ഷെ അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അമ്മ അത്ര വലിയ എന്താ പറയുക സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അമ്മ ഭയങ്കര ഫണ്ണാണ്. ശ്രീധു എപ്പോഴും പറയും അമ്മയും ശ്രീധു തമ്മിലുള്ള ബെസ്റ്റ് ഫ്രണ്ട് ബോണ്ട്, അവരെ വീഡിയോസ് എടുക്കുന്ന അവരുടെ ഫോട്ടോസിലെല്ലാം അത് എവിഡൻ്റ് ആണ്. അമ്മ സ്ട്രിക്റ്റ് അല്ല ഗൈസ്. ഓക്കെ, ഹിയർ ദർ ഈസ് നോ റിലേഷൻഷിപ്പ് ഇൻ അർജുൻ ആൻഡ് ശ്രീധു റൈറ്റ്? ദേ ആർ ട്രൂ ഫ്രണ്ട്സ്. യെസ്, ദേ ആർ ട്രൂ ഫ്രണ്ട്സ്. റസ്മിൻ ആ ശ്രീജുൻ ഫേക്ക് ലവ് സ്റ്റോറി ഓർ ഒറിജിനൽ? ലവ് സ്റ്റോറി അല്ല, ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി. അവർ ഒറിജിനലാണ് ഗൈസ്. ഐ ഹോപ്പ് യു സോ ശ്രീധുസ് മമ്മീസ് റെസ്പോൺസ്. സോ വിൽ യു അർജുൻ സ്റ്റിൽ കണ്ടിന്യൂ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ശ്രീധു? തീർച്ചയായും. എനിക്ക് തോന്നുന്നു ഞങ്ങൾ എല്ലാവരുടെയും ഇത് കഴിഞ്ഞ് അമ്മ ശ്രീധുവിൻ്റെ അമ്മ തന്നെ ഞങ്ങൾ എല്ലാവരെയും വിളിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അടുത്തത് ലക്ഷ്മി അയ്യറോ. ഓക്കെ, ഫൈനൽ റീ എൻട്രിയിൽ സം കണ്ടസ്റ്റൻസ് അവനെ ഇമോഷണലി ഡൗൺ ആക്കാൻ നോക്കും. ചേച്ചി അവൻ്റെ കൂടെ നിൽക്കണേ. തീർച്ചയായും. ആരും വിചാരിച്ചാലും അങ്ങനെ അർജുനെ തളർത്താനാവില്ല. അർജുന് ബോധമുണ്ട്. അവൻ ചെയ്യുന്ന കാര്യത്തിന് അവന് നല്ല ബോധമുണ്ട്. അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ബാക്കിയുള്ളവർ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് എന്നെല്ലാം അർജുന് മനസ്സിലാവും. അപ്പോൾ അർജുന് ഉള്ളിലേക്ക് എടുത്തേക്കുന്ന ആൾക്കാരല്ലാതെ വേറെ ആരും എന്ത് പറഞ്ഞാലും അർജുൻ നെവർ മൈൻഡ് ആണ്. സോ ഡോണ്ട് വറി ഗൈസ്, അർജുൻ സ്ട്രോങ് ആണ്. സത്യം പറ, അർജുൻ ശ്രീധുവിനോട് ഫീലിങ്സ് ചെയ്തു. ഗൈസ്, അർജുന് ഭയങ്കര ഇഷ്ടമാണ് ശ്രീധുവിനെ. പക്ഷെ ഫ്രണ്ട്ഷിപ്പ്. റസ്മിൻ ആൻഡ് ജിമ്മിക്കുട്ടൻ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നു. അയ്യോ ജിമ്മിക്കുട്ട, ഐ മിസ് യു. ഞാൻ ശ്രീധുവിനോട് എങ്ങനെയെങ്കിലും പറഞ്ഞാൽ ജിമ്മിക്കുട്ടനെ എൻ്റെ അടിച്ചു മാറ്റാനൊരു ശ്രമം ഞാൻ നടത്തുന്നതായിരിക്കും. ശ്രീധു കുറേ കോൺവെർസേഷനിൽ റസ്മിനെ ഓർത്തിരുന്നു. ഐ തിങ്ക് അവർ രണ്ടുപേരും ഈക്വലി റസ്മിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ ആക്ച്വലി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ലൈവോ അല്ലെങ്കിൽ എപ്പിസോഡ്സോ ഒന്നും കാണാൻ നിന്നിട്ടില്ല. ഇടയ്ക്ക് എന്തൊക്കെയോ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിട്ട് ലൈവിൽ കയറുമ്പോൾ ഞാൻ ആ സമയത്ത് വോട്ട് ചെയ്യാൻ കയറിയപ്പോഴാണ് ശ്രീധു ഇങ്ങനെ ജാസ്മിൻ അർജുനും ശ്രീധുവും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാസ്മിൻ ഇങ്ങനെ ശ്രീധുവിനോട് നിനക്കിവിടെ അർജുനെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാം എന്ന് പറയുന്ന സമയത്ത് ശ്രീധു പറയുന്നുണ്ട് യെസ് റസ്മിൻ 2 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് മനസ്സിലായി എന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഞാനപ്പോൾ എപ്പിസോഡൊന്നും കാണാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കോൺവെർസേഷൻസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഗെയിമൊക്കെ കാണുമ്പോൾ അയ്യോ ഞാൻ അവിടെ ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കാണുന്നില്ല. ഞാൻ ഇറങ്ങിയതിന് ശേഷം എൻ്റെ എവിക്ഷൻ എപ്പിസോഡ് അല്ലാതെ വേറൊരു എപ്പിസോഡും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക കണ്ടിട്ടില്ല, അത്രേ ഉള്ളൂ. അവർ തമ്മിൽ ശരിക്കും ഇഷ്ടമാണോ? ചേച്ചി എനിക്കൊരു കാര്യം മാത്രം പറയൂ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീലിങ്സ് ഉണ്ടോ പ്ലീസ്? ഗൈസ്, ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ, എനിക്ക് ഓൾമോസ്റ്റ് ഒരു 800ഓളം റെസ്പോൺസസ് ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും റിപ്ലൈ ഒരുമിച്ച് തരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇത്രയും അർജുനോടും ശ്രീധുവിനോടും ഇത്രയും ഇഷ്ടം കാണിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. കാരണം ജെന്യൂൻ ആയിട്ടുള്ള 2 വ്യക്തികൾ തന്നെയാണ് അർജുനും ശ്രീധുവും. അപ്പോൾ അവരുടെ ഒരു ഫ്രണ്ടായതിൽ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർജുനും ശ്രീധുവും ഫ്രണ്ട്സ്. ഓക്കെ, നിലവിൽ അവർ ഫ്രണ്ട്സ് തന്നെയാണ്. ഇനി അങ്ങോട്ടും അവർ ഫ്രണ്ട്സ് തന്നെയായിരിക്കും. പിന്നെ ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ട്രിപ്പ് പോകുന്നതാണ്. തിരിച്ച് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് ട്രിപ്പ് പോകും. പിന്നെ ആഫ്റ്റർ ഓൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനിയിപ്പോൾ അർജുനും ശ്രീധുവും വന്നു കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും അവർ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ പോകും അവരെന്തായാലും. അപ്പോൾ അവർ റിവീൽ ചെയ്യും എന്താണ് നിങ്ങളുടെ ഈ ഡൗട്ടെല്ലാം അവർ റിവീൽ ചെയ്യും. അവരിപ്പോൾ ആ സമയത്ത് അവർ ഫ്രണ്ട്സ് തന്നെയാണെന്ന് അവർ പറയുമ്പോൾ നിങ്ങളാരും നിരാശപ്പെടരുത്. നിങ്ങളാരും അയ്യോ അങ്ങനെയല്ല ചേട്ടാ നിങ്ങൾ പ്രേമിക്കൂ നിങ്ങൾ കപ്പലാവും അങ്ങനെയൊന്നും പറയരുത്. കാരണം നമ്മൾ അവരുടെ സ്പേസിൽ കയറിയിട്ട് നമ്മൾ കൂടുതൽ ഇടപെടരുത്. അവർക്ക് കംഫർട്ട് അവർ ഫ്രണ്ട്സായിട്ട് ഇരിക്കാനാണെങ്കിൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആരും നിരാശപ്പെടരുത് അവർ ഫ്രണ്ട്സ് ആണെന്നുള്ളത് അവർ റിവീൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ പല പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് നമുക്ക് അവർ കോംബോ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കാം. പക്ഷേ അവരുടെ ഫാമിലി അവരുടെ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പോൾ എല്ലാവരും അവരിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അവരുടെ ഫ്രണ്ട്സായിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ കൂടുതൽ നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകും. അർജുനെ എന്തായാലും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അർജുനൊരു ആക്ടർ ആവാനൊക്കെയാണ് അർജുൻ്റെ ആഗ്രഹം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി കൂടുതൽ നമുക്ക് അടുത്തടുത്ത വീഡിയോസ് കാണാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ കണ്ടസ്റ്റൻസിനൊക്കെ കുറിച്ച് നമ്മൾ ഓരോ വീഡിയോസൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് ബിഗ് ബോസിൽ പോയതിന് ശേഷം കിട്ടിയ കുറേ സാധനങ്ങളുണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതായത് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ സാധനങ്ങളുടെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ. ദിസ് ഇസ് റസ്മിൻ. ബൈ.